മിലാദിൻ്റെ ഷോപ്പിന് ഇറങ്ങിയിട്ടില്ലത് കേട്ടോ. ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. സോ എന്താ പറയുക, ഷെസുന് ഡ്രസ്സെല്ലാം വാങ്ങാനുണ്ട്. അങ്ങനെ അതാ നേരെ പോകുന്നില്ലത് കേട്ടോ. കൂടെ അയാനും ഉണ്ട്. അയനെ പെരക്ക് നിർത്തിക്കാൻ പറ്റില്ല കേട്ടോ. ഓൾറെഡി മൂന്നാളും ഓൻ്റെ സെയിം ഏജിലുള്ളവരുണ്ടായത് കൊണ്ട് ഭയങ്കര പ്രശ്നം കേട്ടോ. വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. ഭാബീനൊക്കെ ഓൻ നിൽക്കില്ല. ഭാബീനെ ഭയങ്കരമായിട്ട് പേടി. പിന്നെ എന്ത് പറയലേ, എനിക്കും കഴിയുന്നുണ്ടായിട്ടാ. നല്ല പനീൻ്റെ ഓനെ ആടാക്കിയിട്ട് വന്നാലും ശരിയായില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉമ്മാനൊക്കെ കലമ്പിക്കൊണ്ട് പോകുന്നില്ല. പിന്നെ സ്ഥിരമല്ലേ നമ്മൾ ഉമ്മമാർ കിട്ടിയിട്ടാകുമ്പോൾ ഉമ്മാനെ കുറച്ച് നേരം കലമ്പിക്കൊണ്ട് പോകുമ്പോൾ അതിലൊരു സുഖം വേറെ നിന്ന് വെറുതെ കലമ്പിക്കൊണ്ട് പോകുന്നില്ല ഇത്. പിന്നെ ഇതാ അയ്യന് കാര്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നില്ല ഇത് ഇട്ട്. അതാ അവിടെ എൻ്റെ ഒപ്പം ഉള്ളത്, അവിടെ നമ്മൾ പേരുള്ളത് നല്ല കാര്യമായിട്ട് പറയുന്നില്ല ഇത്. ഇച്ച ഓന് വിശേഷം ആരും കണ്ടിട്ടേ ഇല്ല ടൗണെന്ന് പറഞ്ഞിച്ച്. പക്ഷെ ആളിനെ ഒട്ടും കഴിയുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ എന്താ പറയല്, ഒരേ ഷോപ്പിൽ എല്ലാ സാധനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോകുന്നില്ല ഇത്. ഷൂ ആണം, തൊപ്പിയാണം, ഡ്രസ്സാണം, പാൻറ്റാണം, എല്ലാം ഒന്നിച്ചിട്ടാണ്. എവിടെ പോകുന്ന ഒരു ഐഡിയ ഇല്ല. പക്ഷെ എനിക്ക് ഒട്ടും കഴിയുന്നുണ്ടായിട്ട് കേട്ടോ. ഇന്ന് രാവിലെ എനിക്ക് ചെറുങ്ങനെ ഒരു പനി വന്നിട്ടുണ്ടായി. സോ കുറച്ച് ഓക്കെ ഉണ്ട്. എനിക്കും കഴിയുന്നില്ല. എൻ്റെ അമ്മ ഈ പനീൻ്റെ ബാക്കിൽ നടന്നിട്ട് ഒരു മാസം ആവാറായിട്ടാണ്. കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ തല പൊന്തെന്ന് പോലില്ല. ഇന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നാളെ അതിനേക്കാൾ ത്രിബിളായിട്ട് പണിയിട്ട. എന്ത് സംഭവം എന്നറിയില്ല. എന്തോ ഒരു പനി, ക്ലൈമറ്റ് പാങ്ങില്ലാത്ത കൊണ്ടാണ് എന്തെന്ന് അറിയില്ല. സോ എന്ത് പറയില്ലേ, അങ്ങനെ നമ്മൾ എവിടെ പോയാലും ഉണ്ടല്ല ബ്ലോക്ക് കിട്ടും കേട്ടോ. അത് സ്ഥിരം അതിനെ അതിൻ്റെ കണ്ണ് ചെറുതായിട്ടുണ്ട്. ഓനെ കൂട്ടിക്കോട്ട് പോവാതിരിക്കാനും കഴിയുന്നില്ല. പോകണം എന്താ വെച്ചെങ്കിൽ ആയല്ല ഡ്രസ്സ് ഇനി കുറച്ച് 2 ദിവസം അങ്ങനെ ഉള്ളതല്ലേ. സോ പിന്നെ ഞാൻ ഇന്ന് എൻ്റെ ഇക്കാൻ്റെ വീട്ടിൽ പോകും. സോ അതുകൊണ്ട് എന്താ പറയുക, വേഗം ഷോപ്പിംഗ് ആക്കിയിട്ട് തന്നെ ഉമ്മ ഓന് ഷെസിന് മാത്രം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉമ്മനെ ഓന് പൊടിയാക്കും. എന്നെ മാത്രമേ കുറച്ച് പേടിയുള്ളത്, കുറച്ച് അധികം പേടിയുള്ളത്, ഇപ്പോൾ ഒരു മനുഷ്യനും പേടിയില്ലാത്ത. സോ അതുകൊണ്ട് ഉമ്മ എന്തെങ്കിലും നീ തന്നെ വാന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലത്. പിന്നെ ഇച്ചനെ ബാക്കിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായത് കൊണ്ട് ഒരു പനി എവിടെ പോയി എന്നറിയില്ല കേട്ടോ. ഈടെ എത്തിയപ്പിന്നെ ഉണ്ടല്ല എനിക്ക് എന്തായതെന്ന് അറിയില്ല. കുറച്ച് നേരത്തേക്ക് കണ്ടോക്കട്ടോ. ഫുൾ ഷോപ്പിംഗ്. ഓന് വിചാരിച്ചു ഓനിക്ക് ഡ്രസ്സ് കൊണ്ടുവരാൻ വാങ്ങാൻ വന്നിട്ടുള്ളതെന്ന്. അധികം എനിക്ക് ഡ്രസ്സ് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നുണ്ടായതുകൊണ്ട് തന്നെ വിചാരിച്ചു എനിക്ക് വാങ്ങുന്നത്. ദാ എടുത്തല്ലേ, ഇതൊന്നല്ല കേട്ടാ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ഡ്രസ്സ് എടുത്തിട്ട് കൈമത്തിന്നുണ്ട്. തമ്മി ഇത് വേണമെന്ന് വലിയ ഷർട്ടെല്ലാം കൊണ്ട് തീർന്നുണ്ടായിനി. എന്നിട്ടില്ല ഞാൻ തരുന്നില്ല, ഞാൻ പിടിക്കട്ടെ, ഞാൻ നോക്കട്ടെ, എനിക്ക് ആന്നൊന്ന് പറഞ്ഞിട്ട് നീ ഫോണിൽ വീഡിയോ എടുത്തൊന്നും അറിയുന്നുണ്ട് കാര്യമായിട്ട്. സോ കുറേ നേരം തിരിച്ച് മറിച്ച് നോക്കുന്നുണ്ടായിനി. വാങ്ങാൻ വന്നവനിക്കാ നോക്കുന്നില്ല, വാങ്ങാൻ വരാത്തവനിക്കാ ഓന് എല്ലാ ഡ്രസ്സ് നോക്കുന്നുണ്ട്. സോ ഷെസു ഡ്രസ്സ് ഊരുന്നത് കണ്ടിട്ട് ഓൻ എന്താക്കി, ഓനിക്ക് പറ്റിയ ഡ്രസ്സ് എങ്ങനെയുണ്ടോയെന്ന് നോക്കി ഒന്ന് കൈമ പിടിച്ച്. അപ്പോഴത്തേക്ക് അതാവോ എനിക്ക് കൺഫ്യൂഷനായി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുത്തന്നെ ഡ്രസ്സ് ഊരി പാൻറ് ഊരിയിട്ട് ഇതാ ഇതിനിടയിൽ നിൽക്കുന്നു. അതിനിടയിൽ ഡ്രസ്സെല്ലാം ഊരി എനിക്ക് ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞിട്ട് അല്ലാ. ആടെ ഉള്ളവർ എല്ലാവരെയും നോക്കിയിട്ടുണ്ടല്ലോ. ഓനെന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടായിന്. എനിക്ക് നാണക്കെടാന്നുണ്ടായിന്. ഞാൻ അതിന് ഇട്ട മോനെ എന്നിട്ട് ഓനിക്ക് പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തവനെ സമാധാനത്തിന് എല്ലാം ഇട്ടിട്ട് പിന്നെ എന്തെല്ലോ ഓന് മൈൻഡ് ബ്രെയിൻ വാഷാക്കിയിട്ട് എന്ന് പറയല്ലേ ഓന് ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടാ. പിന്നെ എന്തെങ്കിലും ഓനിക്ക് തെപ്പി നോക്കാൻ പോകണം. പക്ഷെ ഓൻ്റെ തലക്കാന്ന് സൈസ് ഒന്നുമില്ല കേട്ടോ, വൈറ്റാണ് തൊപ്പി. സോ അതുകൊണ്ട് ഇവിടെ കിട്ടിയിട്ടാ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തുടങ്ങി കരയാൻ. എൻ്റെ പഠിച്ചോനെ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇന്ന് ഒരു വലിയ ഹാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ട് കുറച്ച് നേരം ഉണ്ടെങ്കിലും കുറേ കഥ പറഞ്ഞിട്ട് നമ്മൾ. പിന്നെ അത് നമ്മൾ നേരെ എന്താ പറയല്, ചെരുപ്പ് വാങ്ങാൻ വന്നിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഷെസും ഉണ്ടല്ല ഒരു 10 വട്ടം കരഞ്ഞിട്ടുണ്ടാവും. മേക്കോണ് കാരണില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുഞ്ഞിനെ കടിക്കുക. പക്ഷേ എൻ്റെ സെക്കൻഡ് എന്താക്കുന്നുണ്ടെന്ന് അറിയാം, ഒരു ചെരുപ്പ് വാങ്ങി ഉമ്മ ഇരിക്കുന്നുണ്ടായി. ഉമ്മാനെ എനിക്ക് എന്നെ അമ്മ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇരുത്തിച്ചിട്ട് എന്നെ ചെരുപ്പ് ഊരിയിട്ട് അമ്മ ഇതാ ഈ ചെരുപ്പ് ഇട്ടോക്കി എന്നുള്ള പറഞ്ഞിട്ട്
എന്താ എനിക്ക് ആയത് ഒരു ചെരുപ്പ് കൊണ്ടുവന്നിട്ട് എന്നെ ട്രൈ ഇളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഉമ്മക്ക് കഴിയുന്നുണ്ട് കാല് വേദന എടുത്തിട്ട് എന്നിട്ട് ഉമ്മാനെ ഇരിക്കുന്ന ഉമ്മാനെ എടുത്തിട്ട് നിർത്തിച്ചിട്ട് അമ്മ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാ പിന്നെ ആടുന്ന് നമ്മൾ നേരെ വീട്ടിൽ പോയി അപ്പോഴത്തേക്ക് ഓൻ്റെ കവർ ചെരുപ്പ് വാങ്ങിയ കവർ നേരെ നിൽക്കാത്തതുകൊണ്ട് കുലിമാല് നേരെ നിർത്തിക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ നമ്മൾ എല്ലാവരും അതിനെ പെരക്ക് പോകുന്നില്ല ചെയ്തിട്ടാ അപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്താൽ വേണേ മറക്കാതൊന്ന് ഫോളോ ചെയ്യാൻ അധികം എനിക്ക് ലൈക്കും കമൻറ്റും ആക്കാട്ടോ അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ബൈ.